പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ ജയസൂര്യയ്ക്കും നോട്ടീസ് നൽകിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഈ മാസം 15-ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചു എന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഈ കേസിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അഖിൽ ഷാ. റിജിത്ത്, ജയസൂര്യക്കെതിരെ എറണാകുളം ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത്. 2013-ലാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സിനിമ, ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ നടിയെ ജയസൂര്യ കയറി പിടിച്ചു എന്നുള്ളൊരു പരാതിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആ കേസിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കത്തയച്ചുകൊണ്ടൊരു ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കൽ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ഈ മാസം 15-ന് ചോദ്യം ചെയ്യാനായി ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് ജയസൂര്യക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ജയസൂര്യ 15 ഇവിടെ എത്തി ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരും. ഒപ്പം നമുക്കറിയുന്നത് പോലെ തന്നെ ജയസൂര്യക്കെതിരെ മറ്റൊരു കേസ് തൊടുപുഴ സ്റ്റേഷനിലുമുണ്ട്. അതും ഇപ്പോൾ അതിന്റെയും പ്രാഥമികമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എന്തായാലും ഈ മാസം 15-ന് ജയസൂര്യ തിരുവനന്തപുരത്ത് ഇതേ കന്റോൺമെന്റ് സ്റ്റേഷനിൽ തന്നെ എത്തേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. അവിടെ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്യണം. ശ്രീജിത്ത്. ശരി, അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു. വീണ്ടും 12-ാം തീയതി ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. ജയസൂര്യയുടെ കാര്യത്തിലാണെങ്കിൽ പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജയസൂര്യയ്ക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകുന്നു. ജയസൂര്യ ഈ മാസം 15-ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം.